شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وآتاكم من كل ما سألتموه وإن تعدوا نعمة الله لا تحصوها إن الإنسان لظلوم كفار. وأيضا قال الله تعالى يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ വിശ്വാസിനികളെ, പടച്ച റബ്ബിൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ പരസ്യ ജീവിതത്തിൽ എന്ന പോലെ രഹസ്യ ജീവിതത്തിലും സൂക്ഷിച്ചുകൊണ്ട് അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തഖുകളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ച റബ്ബ് നാം ജീവിക്കുന്ന കാലമത്രയും റബ്ബിനോട് തഖ്വയുള്ളവരായി സൂക്ഷ്മതയുള്ളവരായി ജീവിക്കാൻ കാരുണ്യവാനായ റബ്ബ് അതിനുള്ള സൗഭാഗ്യം നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ 15ഓളം അധ്യായങ്ങൾ അള്ളാഹുവിൻ്റെ അടിമകളാകുന്ന അവൻ്റെ സൃഷ്ടികളാകുന്ന നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് തൊട്ടും മനസ്സിലാക്കിയും അറിയാൻ കഴിയാത്തതുകൊണ്ട് നമുക്കത് ബോധ്യപ്പെടുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അത്ഭുതകരമായ സൃഷ്ടി വൈഭവങ്ങളെ എടുത്തു പറഞ്ഞ് സത്യം ചെയ്തുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന് അത് ബോധ്യപ്പെടുന്നതിന് വേണ്ടി അള്ളാഹു അത് സത്യം ചെയ്തുകൊണ്ട് പറയുന്ന ഒരു 15ഓളം അധ്യായമുണ്ട്. ഉദാഹരണമായി
വശംസി വളുഹാഹ, സൂര്യനും അതിന്റെ പ്രഭയും തന്നെയാണ് സത്യം. വള്ളുഹാ, പൂർവാഹണം തന്നെയാണ് സത്യം. വൽഫജ്രി വലയാലിൻ അശ്ർ, പ്രഭാതത്തെ തന്നെയാണ് സത്യം. 10 രാത്രികൾ തന്നെയാണ് സത്യം. അള്ളാഹുവിന്റെ അത്ഭുതകരമായ സൃഷ്ടിപ്പുകളെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് 15ഓളം അധ്യായങ്ങളിൽ ഒരു വ്യത്യസ്തത അള്ളാഹു പുലർത്തുന്നുണ്ട്. അതിൽ ഒരു അധ്യായം മാത്രം മനുഷ്യരുമായി ഇണങ്ങി ജീവിക്കുന്ന കുതിരയെ എടുത്ത് സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു നമ്മളോട് ചില കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ആദിയാത്ത് നമുക്കൊക്കെയും സുപരിചിതമായ ഒരു അധ്യായം. വൽ ആദിയാതി ളബ്ഹാ, കിതച്ചുകൊണ്ട് ഓടുന്ന കുതിരകളെ തന്നെയാണ് സത്യം. ഫൽ മൂരിയാതി ഖദ്ഹാ, കിതച്ചുകൊണ്ട് ആ കുതിര അതിവേഗത്തിൽ തന്റെ യജമാനു വേണ്ടി പണിയെടുത്തുകൊണ്ട്, തന്റെ യജമാനു വേണ്ടി അതിശീഘ്രം ഓടുന്ന സമയത്ത് അതിന്റെ കുളമ്പുകളിൽ നിന്ന് തീ പാറുന്നുണ്ട്. ഫൽമുഗീറാതി സുബ്ഹാ, ആ കുതിര തന്റെ യജമാനന് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ, മനുഷ്യരാണെങ്കിൽ ചിലപ്പോൾ പറയും നാളെ നേരം എടുത്തോട്ടെ, എനിക്ക് ഈ പാതിരാവിലും ഈ തണുത്ത ഉറഞ്ഞ മഴയുള്ള ഈ പാതിരാവിൽ എനിക്ക് പറ്റില്ല. പക്ഷേ ആ മിണ്ടാപ്രാണിയായ ആ കുതിര തന്റെ യജമാനൻ എങ്ങോട്ടേക്കാണോ, ഏത് സമയത്തേക്കാണോ, ഏത് രാത്രിയിലാണോ പോകാൻ പറയുന്നത്, അതാണ് അല്ലാഹു പറഞ്ഞത് ഫൽ മുഗീറാതി സുബ്ഹാ, പ്രഭാതത്തിൽ തന്റെ യജമാനനെ വഹിച്ചുകൊണ്ട് ആ കുതിര അതിശീഘ്രം പായുകയാണ്. എങ്ങനെയാണത് പായുന്നത്? ഫഅസറുൻ നബിഹി നഖഅ, പൊടിപടലങ്ങൾ ഇളക്കി വിട്ടുകൊണ്ട്. ഫവസതുൻ നബിഹി ജംഅ, വാളുകൾ പരസ്പരം ഏറ്റുമുട്ടുന്ന, ഒരുപക്ഷേ ആ കുതിരയുടെ കഴുത്ത് അറ്റുപോകുന്ന യുദ്ധത്തിന്റെ നടുവിലേക്ക് തന്റെ യജമാനനോടുള്ള കൂറും സ്നേഹവും കൊണ്ട് ആ യുദ്ധത്തിന്റെ കാമ്പൗണ്ടിലേക്ക് തന്റെ യജമാനനെ കൊണ്ടെത്തിക്കുന്നു. ഈ 5 കാര്യങ്ങൾ അള്ളാഹു എണ്ണി എണ്ണി പറഞ്ഞിട്ട് 6ാമത്തെ വചനത്തിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, മിണ്ടാപ്രാണിയായ ആ കുതിര തന്റെ യജമാനനോട് കാണിക്കുന്ന നന്ദിയും ശുക്രുമെല്ലാം അള്ളാഹു നമുക്ക് വരച്ച് കാണിച്ചു തന്നിട്ട് അള്ളാഹു പറയുന്നത്, മനുഷ്യൻ അവന്റെ യജമാനനായ അള്ളാഹുവിനോട് ലകനൂദ്, നന്ദി കെട്ടവനാണ്, നന്ദികേടാണ് അവൻ പ്രവർത്തിക്കുന്നത്. വഇന്നഹു അലാ ദാലിക ലശഹീദ്, നീ തന്നെയാണ്, നിന്റെ ജീവിതം തന്നെയാണ്, നിന്റെ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ ഓരോന്നും പരിശോധിച്ചാൽ ഈ ഭൗതിക ലോകത്ത്, താൽക്കാലിക ലോകത്ത് നിനക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാൻ, എൻ്റെ കച്ചവടം, എൻ്റെ വീട്, എൻ്റെ മക്കളുടെ ഭാവി, ഇതൊക്കെയാണ് നിന്റെ മനസ്സിലെ സ്വപ്നം. ഇതെല്ലാം നൽകിയ അള്ളാഹുവിനെ വിസ്മരിച്ചുകൊണ്ടാണ് നീ ഈ ലോകത്ത് ജീവിക്കുന്നത്. ഈ വചനം അള്ളാഹു നമ്മളോട് പറയുമ്പോൾ സഹോദരങ്ങളെ, ഹൃദയം കൊണ്ട് ചിന്തിക്കേണ്ടത്, നമ്മൾ യാന്ത്രികമായ കർമ്മങ്ങൾക്കപ്പുറം അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്ന് ചിന്തിച്ചിട്ട് പതിരാവിൽ ആരും കാണാതെ ഹൃദയത്തിന്റെ ഉള്ളിൽ വേദനയും നീറ്റലോടും കൂടി കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ വന്നുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ ഒരു കൃതജ്ഞതയോടുകൂടി, ഒരു ശുക്രോടുകൂടി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ നമ്മുടെ യാത്രകൾക്കിടയിൽ അനാരോഗ്യമൊന്നുമില്ലല്ലോ പടച്ചവനെ, കിടക്കാൻ ഒരു വീടുണ്ടല്ലോ, വാടക കൊടുത്താണെങ്കിലും
വലിയ വിഭവ സമൃദ്ധമൊന്നുമില്ലെങ്കിലും വിശപ്പിന് കഴിക്കാൻ ഭക്ഷണം ഉണ്ടല്ലോ പടച്ചവനെ എന്ന രൂപത്തിൽ അള്ളാഹുവിനെ ഹംദ് ചെയ്യുന്ന ഒരു മനസ്സ് നമുക്കൊക്കെ ഉണ്ടോ എന്ന് ചിന്തിക്കണം സഹോദരങ്ങളെ. അവിടെ ആ മിണ്ടാപ്രാണിയെ അള്ളാഹു വരച്ചു കാണിക്കുന്നത് തന്റെ യജമാനൻ ആകെ കൊടുക്കുന്നത് ഇച്ചിരി പുല്ലോ കഴിച്ചതിന്റെ വേസ്റ്റോ ഒരു തൊഴുത്തിലോ കെട്ടിക്കൊടുക്കും. പക്ഷേ തന്റെ യജമാനനോട് കാണിക്കുന്ന കൂറും സ്നേഹവും എത്രയാണ്. ഒരു യൂറോപ്യൻ രാജ്യത്തിൽ ഒരു ഉദ്യോഗസ്ഥനായ മനുഷ്യൻ രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അയാൾ കാപ്പി കഴിച്ചിട്ട് എന്തെങ്കിലും ഇച്ചിരി അവശേഷിക്കുന്ന ഭക്ഷണം റോഡിലൂടെ പോകുന്ന ഒരു തെരുവ് നായ്ക്ക് ഇട്ടുകൊടുത്തിട്ടാണ് പോണത്. അദ്ദേഹം തെരുവ് നായ ആ മനുഷ്യന്റെ പിന്നാലെ റെയിൽവേ സ്റ്റേഷൻ വരെ പോകും. ഇത് വർഷങ്ങളോളം തുടർന്നു. വൈകുന്നേരമാകുമ്പോൾ ആ നായ തന്റെ യജമാനെയും കാത്ത് റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കും. വൈകുന്നേരമാകുമ്പോൾ യജമാനന്റെ കൂടെ അത് മടങ്ങി വരും. ഒരു ദിവസം വൈകുന്നേരമായിട്ടും തന്റെ യജമാനെ കാണുന്നില്ല. തന്റെ ജോലി സ്ഥലത്തേക്ക് പോയിട്ട് എന്തോ രോഗം വന്ന് തന്റെ യജമാനൻ മരണപ്പെട്ടു പോയി. അവിടുത്തെ ചാനലുകളും അവിടുത്തെ വാർത്താ മാധ്യമങ്ങളും ഓർമ്മപ്പെടുത്തുന്നത് ആ നായ മരണം വരെയും ആ റെയിൽവേ സ്റ്റേഷൻ ചുറ്റിപ്പറ്റി തന്റെ യജമാനെയും അന്വേഷിച്ച് അത് കുരച്ചു നടക്കുമായിരുന്നു. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് ജീവവായുവും ഭക്ഷണവും മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹുവിനെ അറിയാനുള്ള ഹിദായത്തും പരലോകത്ത് വിജയിക്കാനുള്ള തൗഹീദും ആ ബോധവും ഒക്കെ നമുക്ക് നൽകിയിട്ട് ആ ഒരു ശുക്ർ, ആ ഒരു നന്ദി, ആ ഒരു ഹംദ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ മറ്റൊരു വചനത്തിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂ, അവൻ ചോദിക്കുന്നതൊക്കെയും, എൻ്റെ അടിമ ചോദിക്കുന്നതൊക്കെയും ഞാൻ അവന് നൽകി. നല്ലൊരു ജോലി വേണമെന്ന് ആഗ്രഹിച്ചു, വിവാഹം ആഗ്രഹിച്ചു, കുഞ്ഞുങ്ങളെ കൊടുത്തു, അവരെ നല്ല നിലയിൽ വിവാഹം ചെയ്ത് അയച്ചു, അനാരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. അള്ളാഹു പടച്ചവനോട് ചോദിച്ചതെല്ലാം ആ റബ്ബ് നമുക്ക് നൽകി. എന്നിട്ട് അള്ളാഹു പറയാണ് അള്ളാഹു നിനക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളുണ്ടല്ലോ, അത് നീ ഒന്ന് എണ്ണി നോക്കിയാൽ നിനക്കത് എണ്ണിക്ലിപ്തപ്പെടുത്താൻ പറ്റില്ല. എത്രയെത്ര അനുഗ്രഹങ്ങളാണ് ഞാൻ നിനക്ക് തന്നത്. പക്ഷേ ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ, അവസാനവും അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് തീർച്ചയായും മനുഷ്യൻ അക്രമകാരിയും നന്ദികേട് പ്രവർത്തിക്കുന്നവനുമാണ്, അള്ളാഹുവിനെ നിഷേധിക്കുന്നവനുമാണ് എന്ന് ആ വചനത്തിന്റെ അവസാനം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമർ റളിയല്ലാഹു അൻഹു മസ്ജിദിലേക്ക് കയറി വരുമ്പോൾ കുഷ്ഠരോഗം വന്നിട്ട് കൈകൾ മുറിഞ്ഞുപോയ ഒരു സഹോദരൻ ഒറ്റയ്ക്ക് മാറിയിരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ മനുഷ്യനെ ചെറുപ്രായം മുതലേ എനിക്കറിയാം, രോഗിയാണ് അദ്ദേഹം, ഒറ്റപ്പെട്ടാണ് അയാൾ ജീവിക്കുന്നത്. എന്ത് അനുഗ്രഹമാണ് റസൂലെ ആ മനുഷ്യൻ അള്ളാഹു ചെയ്തു കൊടുത്തിരിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ ആ മനുഷ്യനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഉമറേ, ആ മനുഷ്യന്റെ വിരലുകളിലേക്ക് നോക്ക്, ഇപ്പോഴും ആ വിരലുകൾ ചലിക്കുന്നുണ്ട്. ആ ചലനശേഷിയുള്ള ആ കരങ്ങൾ കൊണ്ട് ഭക്ഷണം വാരി വായിലേക്ക് വെക്കാനുള്ള കഴിവ് ഇപ്പോഴും അള്ളാഹു ബാക്കിയാക്കിയിരിക്കുന്നു. പറയേ, അത് അള്ളാഹു ചെയ്ത ഒരു അനുഗ്രഹമല്ലേ? ആ മനുഷ്യൻ പ്രാഥമികമായ കൃത്യങ്ങൾ നിർവഹിച്ചാൽ അത് ശുദ്ധിയാക്കാനുള്ള കഴിവ് ആ കരങ്ങൾക്ക് ഇപ്പോഴുമുണ്ട്. അത് അള്ളാഹു ചെയ്ത മറ്റൊരു അനുഗ്രഹമല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കാലഘട്ടത്തിൽ സ്ട്രോക്ക് പോലുള്ള വലിയ രോഗങ്ങൾ വന്ന് മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കാതെ അള്ളാഹുവിന് ഹംദ് ചെയ്ത് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ള ദാസന്മാരല്ല അള്ളാഹു നമ്മ ഓരോരുത്തരെയും പടച്ചവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇവിടെയെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ, അള്ളാഹുവിനോട് മനുഷ്യൻ പ്രവർത്തിക്കുന്ന നന്ദികേട് അള്ളാഹു ഈ വചനങ്ങളിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു.
മനുഷ്യ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായി മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ളത്, വിശക്കുമ്പോൾ അവന് കഴിക്കാൻ ഭക്ഷണം വേണം, അവന് കിടക്കാൻ മഞ്ഞും ചൂടും അതുപോലെ മഴയും ഏൽക്കാതെ ഒരു ചെറിയ ഭവനം അവന് വേണം. മൂന്നാമതായി മനുഷ്യന് വേണ്ടത് സമാധാനത്തോടുകൂടി അന്തി ഉറങ്ങാൻ കഴിയും. ഈ മൂന്നും കിട്ടിയ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഒരു സുപരിചിതമായ പ്രവാചക വചനത്തിലൂടെ അള്ളാഹുവിന്റെ റസൂൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്: മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി. ഒരു മനുഷ്യൻ ഭയപ്പാടൊന്നുമില്ലാതെ പ്രഭാതത്തിൽ അയാൾക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നു, ടെൻഷനൊന്നുമില്ല, അതിലൊരു അനുഗ്രഹമാണ്. രണ്ടാമത്തെ അനുഗ്രഹത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് മുആഫൻ ഫീ ജസദിഹി. അവന്റെ ശാരീരികമായ ആരോഗ്യത്തിന്റെ അവസ്ഥയാണ്. അനാരോഗ്യമൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല, പരസഹായമൊന്നും വേണ്ട. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ എത്രയോ മനുഷ്യരാണ് പ്രാഥമികമായ കൃത്യങ്ങൾ സ്വയം നിർവഹിക്കാൻ കഴിയാതെ, കിടന്ന കിടപ്പിലൊന്ന് മൂത്രമൊഴിക്കാൻ അത്യാവശ്യമായിട്ട് മകനോ കുടുംബാംഗങ്ങളോ ആരെങ്കിലും ഒന്ന് വന്നെങ്കിൽ ഒരു പരസഹായത്തിനു വേണ്ടി ജീവിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. അവിടെ അള്ളാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുന്നു, നിനക്ക് ആരോഗ്യപരമായിട്ടുള്ള രോഗപരമായ പ്രശ്നങ്ങളൊന്നുമില്ല, നീ നല്ല ആരോഗ്യവാനാണ്. രണ്ടാമത്തെ ഒരു വലിയൊരു അനുഗ്രഹത്തെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നത്. മൂന്നാമത്തെ ഒരു അനുഗ്രഹത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയത് ഇൻദഹു ഖൂതു യൗമിഹി. ആ ദിവസം അയാൾക്ക് വിശപ്പിന് കഴിക്കാനുള്ള ഭക്ഷണം, അയാളുടെ കുടുംബത്തിൽ അയാളുടെ മാതാപിതാക്കൾ, മക്കൾ, ഭാര്യ, അവർക്ക് കഴിക്കാനുള്ള വിഭവം അയാളുടെ കൈവശം വന്ന് സുഭദ്രമാണ്. ഈ മൂന്ന് അനുഗ്രഹങ്ങളും ലഭിച്ച ഒരു മനുഷ്യനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയത് ഫകഅന്നമാ ഹൈസതു ലഹു ദുനിയ. ഈ ദുനിയാവ് മുഴുവനും നേടിയ ഒരു മനുഷ്യനെ പോലെയാണ്. വിശപ്പിന് കഴിക്കാൻ ഭക്ഷണമുണ്ട്, അനാരോഗ്യകരമായ അവസ്ഥയൊന്നുമില്ല, പിന്നെയോ അയാൾക്ക് മനസ്സമാധാനവും ശാന്തിയുമുണ്ട്. ഈ മൂന്ന് അനുഗ്രഹങ്ങൾ കിട്ടിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവ് മുഴുവനും കിട്ടിയ ഒരു മനുഷ്യനെ പോലെ എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയത്. സത്യത്തിൽ സഹോദരങ്ങളെ, ഈ മൂന്ന് അനുഗ്രഹങ്ങളും നമുക്കുണ്ട്. നാം ജീവിക്കുന്ന നമ്മുടെ നാട് ഭയസങ്കോചമില്ലാതെ നിർഭയത്വത്തോടു കൂടിയാണ് ഓരോ പ്രഭാതത്തിലും നമ്മൾ എഴുന്നേൽക്കുന്നത്. നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണവും അതുപോലെ ആരോഗ്യകരമായ അവസ്ഥയുമുണ്ട്. പക്ഷേ നമ്മുടെ ഹൃദയം വീണ്ടും വീണ്ടും നമ്മൾ അള്ളാഹുവിനോടുള്ള നന്ദികേടുകളിലേക്കാണ്, ആർത്തിയിലേക്കാണ്, വെപ്രാളത്തിലേക്കാണ് മനുഷ്യർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, സത്യത്തിൽ ഞാൻ എൻ്റെ രക്ഷിതാവായ അള്ളാഹുവിനോട് കൃതജ്ഞതയും നന്ദിയുമാണോ ബോധ്യപ്പെടുത്തുന്നത്, അതല്ല നന്ദികേടാണോ എന്നിൽ വന്നു പോകുന്നത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ രാത്രിയിലും അവിടുത്തെ ജോലിയും അവിടുത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞാൽ പ്രവാചകൻ വിശ്രമത്തിലേക്ക് പോകുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. നമുക്ക് പല പ്രാർത്ഥനകളും അറിയാം, എന്നാൽ നമ്മെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്ന ചിന്തിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന, അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ വസഖാനാ. അൽഹംദുലില്ലാ, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. അല്ലദീ അത്അമനാ വസഖാനാ, നീ ഞങ്ങൾക്ക് കഴിക്കാനും കുടിക്കാനുമുള്ള ഭക്ഷണവും വെള്ളവും എല്ലാം തന്നു റബ്ബേ. മാത്രമല്ല വകഫാനാ, ഞങ്ങൾക്ക് നീ ആശ്വാസവും സമാധാനവും നൽകി. വആവാന, നീ ഞങ്ങൾക്ക് അഭയവും സമാധാനവും ഞങ്ങൾക്ക് നൽകി റബ്ബേ. എന്നിട്ട് അവസാനം, ആ പ്രാർത്ഥനയുടെ അവസാനം ഇപ്രകാരമാണ്, ഫകമ്മിൻ
മല്ല കാഫിയ ലഹു വലാ മുഹവിയ. എത്രയെത്രയോ മനുഷ്യരാണ് ഈ ആവശ്യങ്ങൾ ഈ ഭൂമിയിൽ നിർവഹിക്കാൻ കഴിയാതെ, സമാധാനവും സ്വസ്ഥതയുമില്ലാതെ, വിശപ്പിന് കഴിക്കാൻ ഭക്ഷണമില്ലാതെ ഈ ഭൂമിയിൽ പ്രയാസപ്പെടുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹു എനിക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ നൽകിയ റബ്ബേ, അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ വസഖാനാ. അള്ളാഹുവേ, ഇതെല്ലാം എനിക്ക് നൽകിയ റബ്ബേ, നിനക്ക് സർവസ്തുതിയും. ഇങ്ങനെ ഒരു ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള കൃതജ്ഞതയും നന്ദിയുമുള്ള ഈ പ്രാർത്ഥന സത്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ സഹോദരങ്ങളെ? അള്ളാഹുവിന്റെ റസൂലും അനുചരന്മാരും പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണവും കുടിക്കാനുള്ള വെള്ളവും അതുപോലെ അന്തിയുറങ്ങാനുള്ള ഭവനവും സമാധാനവും ഒക്കെയുണ്ട് സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തി, ലഇൻ ശകർതും, നിങ്ങൾ എനിക്ക് നന്ദിയുള്ളവരായാൽ, ശുക്റുള്ളവരായാൽ, ലഅസീദന്നകും, ഞാൻ നിങ്ങൾക്ക് ഇത് വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ചു തരും. ഇല്ലാ വലഇൻ കഫർതും, നിങ്ങൾ എന്നോട് നന്ദികേട് കാണിക്കുകയാണെങ്കിൽ. എന്നിട്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തിയത്, ഇന്ന അദാബീ ലശദീദ്, എന്റെ ശിക്ഷ വളരെ കഠിനമാണ്. അള്ളാഹുവിന് നന്ദിയും ശുക്റുമുള്ള മനുഷ്യരുടെ ജീവിതം പരിശോധിച്ചാൽ നമ്മൾ അറിയാതെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നു. നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ ആരോഗ്യകരമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ലോകത്ത് പലരും നമ്മെ ഒറ്റപ്പെടുത്തുകയും ഒഴിവാക്കുകയും ചെയ്തപ്പോ റബ്ബ് നമ്മെ ചേർത്തു പിടിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിച്ചുകൊണ്ട്, എന്താണ് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്? അള്ളാഹുവിന് കൃതജ്ഞതയുള്ള, നന്ദിയുള്ള, ശുക്റുള്ള ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ ലഅസീദന്നകും, സമാധാനവും ശാന്തിയും സ്വസ്ഥതയും അള്ളാഹു നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. ഇല്ല വലഇൻ കഫർതും, നിങ്ങൾ എന്നോട് നന്ദികേട് കാണിക്കുകയാണെങ്കിൽ, ഇതെല്ലാം മറന്നുകൊണ്ടുള്ള ഒരു ജീവിതമാണെങ്കിൽ, യാന്ത്രികമായൊരു നമസ്കാരമാണെങ്കിൽ, യാന്ത്രികമായൊരു നോമ്പും ഹജ്ജും കുറെ ആയുഷ്കാലം ഇന്ന് കഴിച്ചു കൂട്ടാനുള്ള ഒരു രീതിയാണെങ്കിൽ, ഇന്ന അസാബീ ലശദീദ്, അള്ളാഹുവിന്റെ ശിക്ഷ, റബ്ബിന്റെ പരീക്ഷണം അതികഠിനമാണ് എന്നാണ് അള്ളാഹു രണ്ടാമത് ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ട് ദുരന്തപൂർണമായ അവസ്ഥകളിലേക്ക് ഒരുപക്ഷെ നാം എത്തിച്ചേരും. അള്ളാഹു കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. എത്ര വലിയ സാമ്പത്തികമായ കഴിവും സ്വാധീനവുമുള്ള മനുഷ്യനാണെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് അതൊക്കെ നഷ്ടപ്പെട്ടു പോകും സഹോദരങ്ങളെ. നമുക്ക് കിടക്കാൻ, അന്തിയുറങ്ങാൻ വിശാലമായ ഒരു ഭവനമുണ്ടെങ്കിൽ അതെല്ലാം തരിപ്പണമാകാൻ നമ്മളൊക്കെ കണ്ടു. ഉത്തരേന്ത്യയിൽ ഒരു മിന്നൽ പിണർ വന്നിട്ട് നൂറുകണക്കിന് വീടുകൾ തകർന്ന് ഒഴുകി പോകുന്ന ചിത്രം നമ്മളൊക്കെ കണ്ടു. സത്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളാണ് കഴിക്കാനും കുടിക്കാനും വിശ്രമിക്കാനും അതുപോലെ സാമ്പത്തികമായ അഭിവൃദ്ധിയും എന്തെങ്കിലും രോഗങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ട് എങ്കിൽ ചികിത്സിക്കാനുള്ള ഹോസ്പിറ്റലുകളും സംവിധാനങ്ങളും സാമ്പത്തികമായ കഴിവും അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്നു സഹോദരങ്ങളെ. പലപ്പോഴും ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുന്നത്, ഇതിനെക്കുറിച്ച് സങ്കടത്തോടുകൂടി പലപ്പോഴും ചിന്തിക്കുന്നത്, ആരോഗ്യം നഷ്ടപ്പെട്ട് വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ പരസഹായത്തോടുകൂടി കിടക്കുന്ന കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കാൻ ആരെങ്കിലുമൊക്കെ വിളിക്കുമ്പോഴാണ് ഈ ആരോഗ്യത്തിന്റെ അവസ്ഥ നമ്മൾ ചിന്തിക്കുന്നത്. ഭവനങ്ങൾ നഷ്ടപ്പെട്ട് വാടകയ്ക്കും അവിടെ നിന്ന് വീണ്ടും അടുത്ത സ്ഥലങ്ങളിലേക്കും സാധനങ്ങളും ഒക്കെ വാരിക്കെട്ടിക്കൊണ്ട് പോകുമ്പോഴാണ് അള്ളാഹു നമുക്ക് നൽകിയ വീടും അതിൻ്റെ സൗഭാഗ്യങ്ങളെ കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുന്നത്. നമുക്ക് വിശപ്പിന് കഴിക്കാനുള്ള ഭക്ഷണം പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകി. പക്ഷേ പലപ്പോഴും നമ്മുടെ വീടുകളിൽ രാത്രിയിൽ നമ്മുടെ കിച്ചണിലേക്കൊന്ന് പോയാൽ വേസ്റ്റ് ഇടുന്ന ആ ബക്കറ്റിൽ ധാരാളം ഭക്ഷണം നമ്മൾ കഴിച്ചത്, നമ്മുടെ മക്കൾ കഴിച്ചത്, 2, 3, 4 വിശക്കുന്ന മനുഷ്യർക്ക് കഴിക്കാനുള്ള ഭക്ഷണം, നമസ്കാരവും ദീനും ബോധവുമുള്ള
മുവഹിദുകളാണ് എന്ന് അഭിമാനിക്കുന്നവരുടെ വീടുകളിലും സത്യത്തിൽ ഉണ്ടാകും സഹോദരങ്ങളെ. പലപ്പോഴും നമ്മുടെ ഭാര്യ തെങ്ങിന് ചുവട്ടിലും നമ്മുടെ പറമ്പുകളിലുമൊക്കെ നമ്മൾ കഴിച്ച് ബാക്കി വെച്ച ഭക്ഷണം വാരി വിതറുന്നത് കാണാം. പലപ്പോഴും സങ്കടത്തോടുകൂടി ചോദിക്കുമ്പോൾ മക്കളത് വേസ്റ്റാക്കിയതാണ്, നിങ്ങളാരും അത് കഴിച്ചില്ലല്ലോ, അങ്ങനെ ബാക്കിയായതാണ്. രാവിലെ പ്രഭാത നമസ്കാരത്തിലേക്ക് പോകുമ്പോൾ പള്ളിയിലേക്ക് പോകാൻ സമയത്ത് ഒരു കിറ്റ് കൊടുത്തുവിടും. എന്താണ്? 3-4 പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ഭാര്യ നമ്മുടെ കയ്യിലേക്ക് തന്നിട്ട് റോഡിലേക്കോ കവലയിലേക്കോ ഓടകളിലേക്കോ വലിച്ചെറിയാൻ പറയും. അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം സഹോദരങ്ങളെ. തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിൽ ഞാനൊരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഭക്ഷണം കഴിക്കുന്ന ആ സ്ഥലത്ത് പല ബോർഡുകളും ചിത്രങ്ങളും ഒക്കെ കാണുന്നുണ്ട്. ആ സ്ഥലത്ത് ഉപയോഗിച്ച വെള്ളത്തിന്റെ അളവ്, വെള്ളമില്ലാതെ മനുഷ്യർ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ചിത്രങ്ങളും. അവിടെ ഒരു ബോർഡിൽ ഇന്നലെ ഈ ഹോട്ടലിൽ വേസ്റ്റാക്കിയ ഭക്ഷണത്തിന്റെ അളവ് എത്രയാണ്, ആ അളവ് എഴുതിയിട്ട് ഇത്ര മനുഷ്യർക്ക് 32ഓളം മനുഷ്യർക്ക് വിശപ്പടക്കാനുള്ള ഭക്ഷണമാണ് ഇന്നലെ കഴിച്ച് വേസ്റ്റിലേക്ക് തള്ളിയ ഭക്ഷണത്തിന്റെ അളവ്. നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ വീടിന്റെ അവസ്ഥകളെ കുറിച്ചാണ് സഹോദരങ്ങളെ. നമ്മൾ ആ വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ട് അവശിഷ്ടങ്ങളായി കഴിക്കാൻ പറ്റുന്ന, വിശപ്പടക്കാൻ പറ്റുന്ന മനുഷ്യർ, നമ്മൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണമില്ലാതെ നിൽക്കുന്ന ആ ഒരു മനുഷ്യനുണ്ടാകും. ഒരു ഊണും ഒരു കുപ്പി വെള്ളവും വാങ്ങിക്കൊടുത്താൽ അയാൾ തൻ്റെ വിശപ്പടക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് വല്ലാത്ത സമാധാനവും ശാന്തിയും ഉണ്ടാവും. അതിനപ്പുറം നമ്മെ സൃഷ്ടിച്ച നാഥൻ, അതിലപ്പുറം ആ നാം ചെയ്ത പ്രവർത്തനത്തിൽ സംതൃപ്തരാവുകയാണ്. ഭക്ഷണത്തിന്റെ പ്രയാസത്തിന്റെ നേർചിത്രങ്ങളാണ് നമ്മുടെ പത്രമാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഫലസ്തീനിലെ ഗസയിലെ ചെറിയ ചെറിയ മക്കൾ. ഈ അടുത്തിടെ 1-2 ദിവസങ്ങൾക്ക് മുമ്പ് 75 കിലോ ഉണ്ടായിരുന്ന, നല്ല ആരോഗ്യവാനായിരുന്ന, സ്പോർട്സിലൊക്കെ മികവുണ്ടായിരുന്ന എൻ്റെ മകൻ ഭക്ഷണമില്ലാതെ, പോഷകാഹാരമില്ലാതെ അവൻ മരണപ്പെടുമ്പോൾ 24 കിലോ ഉള്ള ആ എല്ലും കോലുമായ ആ മയ്യത്തെടുത്തു കൊണ്ടുപോകുമ്പോൾ ആ നാടിന്റെ അവസ്ഥ എത്രത്തോളമായിരിക്കും സഹോദരങ്ങളെ. പലപ്പോഴും നമ്മൾ ചിത്രങ്ങളിലൂടെ കാണുന്നുണ്ട്, നമുക്ക് ഒരു ദിവസം ഭക്ഷണം കിട്ടാതെ വന്നാൽ നമ്മൾ അനുഭവിക്കുന്ന വെപ്രാളവും. ഷുഗറുള്ള ഒരു മനുഷ്യനാണെങ്കിൽ ജുമാ നമസ്കാരം സ്വല്പം നീണ്ടുപോയാൽ 2 മണിക്ക് വീട്ടിലേക്ക് എത്തുമ്പോൾ കൈകൾ വിറയ്ക്കും. വിറച്ചാലും ഭക്ഷണമില്ലാത്ത ഗസയിലെ, ഫലസ്തീനിലെ ആ മനുഷ്യരെ കുറിച്ച് നാം ചിന്തിച്ചിട്ടില്ലെങ്കിൽ, അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ, റബ്ബിന്റെ മുന്നിൽ നാം ഉത്തരം പറയേണ്ടി വരും. പക്ഷേ ഈജിപ്റ്റ് എന്ന് പറയുന്ന ആ പ്രദേശത്ത് ജീവിക്കുന്ന ചില മനുഷ്യർ ഒഴിഞ്ഞ കുപ്പികളിലും പാത്രങ്ങളിലുമെല്ലാം ഭക്ഷണങ്ങളും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ആക്കിയിട്ട് നദിയിലേക്ക് ഒഴുക്കുകയാണ്. ഒരുപക്ഷെ ഫലസ്തീനിലെ ആ മനുഷ്യർക്ക് ഇത് കിട്ടുമെന്നുള്ള പ്രതീക്ഷ. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുന്നിൽ നീ എന്ത് ചെയ്തു ആ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി എന്ന് ചോദിക്കുമ്പോ റബ്ബേ ഒന്നും ചെയ്യാൻ കഴിയില്ല. വിശപ്പിന് ഭക്ഷണവുമായിട്ട് വരുന്ന മനുഷ്യരെ തടയുകയാണ്. ഭക്ഷണം കാത്തു നിൽക്കുന്ന ആ മനുഷ്യർ വിഷന്നൊട്ടിയ പാത്രവുമായി നിൽക്കുന്ന പൊന്നുമക്കളിലേക്ക് ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരലിവുമില്ലാത്ത കാടൻ മനുഷ്യരെക്കാളും മൃഗങ്ങളെക്കാളും അധപ്പതിച്ചു പോയ നികൃഷ്ട ജീവികളെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ആ മനുഷ്യർ വെടിവെച്ച് കൊല്ലുകയാണ്. ഇതൊക്കെ നമ്മൾ പത്രങ്ങളിൽ കണ്ടിട്ടും പലപ്പോഴും നമ്മുടെ ഹൃദയവും കണ്ണും നിറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ സഹോദരങ്ങളെ? ചെറിയ മക്കള് ഭക്ഷണം മുഴുവനും തീർന്നു പോയിട്ട് വലിയ പാത്രത്തിന്റെ ഉള്ളിലേക്ക് കിട്ടുന്ന ഇറ്റുകളെ അവരുടെ പാത്രത്തിലേക്ക് ആക്കി കൊണ്ടുപോകുന്ന ഹൃദയ നൊമ്പരപ്പെടുത്തുന്ന ചിത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഈ ഫലസ്തീൻ എന്ന് പറയുന്ന ആ പ്രദേശത്തിലെ മനുഷ്യർ, 20 ലക്ഷത്തോളം വരുന്ന മനുഷ്യർ, അവർക്ക് സ്വസ്ഥതയില്ലാതെ കഴിഞ്ഞ ആഴ്ച വെള്ളിയാഴ്ച ജുമാ ഖുതുബയിൽ
ഇതുപോലെ ഭക്ഷണം കഴിക്കാനുള്ള നിവൃത്തിയില്ലാത്ത ആ സാധുവായ ഇമാമ്, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ കഴിയില്ല, നിങ്ങളും വിശന്നിരിക്കുകയാണ്, നമുക്കിത് ഹ്രസ്വമാക്കി നമസ്കരിച്ച് മടങ്ങാമെന്ന് ലോകത്തൊരു മസ്ജിദിൽ നിന്ന് ഇമാമിന്റെ ശബ്ദവും ആ നാട്ടുകാരും ആ രാജ്യക്കാരുടെയും അവസ്ഥകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം സഹോദരങ്ങളെ. ഇവിടെയാണ് അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹം. വിശുദ്ധ ഖുർആൻ പറയുന്നു, സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഈ അനുഗ്രഹത്തെക്കുറിച്ച് നാളെ പരലോകത്ത് നിങ്ങളോട് അള്ളാഹു ചോദ്യം ചെയ്യും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും വിശന്നൊട്ടി റോഡിലൂടെ നടക്കുമ്പോൾ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു സമ്പന്നനായ ഒരു സ്വഹാബിയുടെ വീട്ടിലെ പരിസരത്തേക്ക് പോയി. ഭാര്യ പറഞ്ഞു, അദ്ദേഹം താഴെ വെള്ളമെടുക്കാൻ പോയിരിക്കുന്നു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വെറുതെ ഒന്ന് വന്നതാ, പിന്നെ ഞങ്ങൾ കണ്ടോളാം. പക്ഷെ അദ്ദേഹം പുറത്തേക്ക് പ്രവാചകൻ തിരിച്ചു മടങ്ങിപ്പോകാൻ നേരത്ത് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു വന്നു. വിശന്നൊട്ടി ആ മുഖവും പരവശമായി കണ്ടപ്പോ പഴുത്തതും പച്ചയായി ഈത്തപ്പഴങ്ങൾ പറിച്ചെടുത്തു, ഒരാടിനെ അറുത്തു. ആ ഭക്ഷണം കഴിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറച്ച് ഭക്ഷണം, ഇതുപോലൊരു ഭക്ഷണം കണ്ടിട്ടില്ലാതെ മാസങ്ങളായി